ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് എന്ന് പറയുമ്പോൾ ഒരു 6:30 മുതലുള്ള നമ്മുടെ കിടക്കണത് വരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ഈവനിങ് വ്ളോഗ് ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടൊക്കെ കുറേ ദിവസമായി. നമുക്ക് പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത് തന്നെ. അതാണ് ഞാൻ പറഞ്ഞ ഒരു 6:30 മുതൽക്കുള്ള വ്ളോഗാണെന്നുള്ളത്. ഒരു 6 മണി 6:30 ആവാറായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ അവിടെ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെയും പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഏട്ടൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി, ആദ്യം തന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ കുട്ടികളുടെ സൈക്കിള് അവിടെ പുറത്ത് ഹോളിൽ കയറി വരണോടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തൊന്നും ഇട്ടിട്ട് നമ്മൾ പോവാറില്ല. അപ്പോൾ അകത്ത് കയറ്റി വെച്ചിട്ട് പോവുക. അപ്പോൾ ഞാനത് വേഗം റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇരുട്ടായല്ലോ, ഇനിയിപ്പോൾ എന്താ അവർ രാത്രി സൈക്കിൾ ചവിട്ടില്ല. ഇനി പഠിക്കാനും കിച്ചുവിന് പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈക്കിളൊന്നും ചവിട്ടാൻ സമ്മതിക്കില്ല കേട്ടോ ഈ ഒരു നേരത്തൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനത് റൂമിനുള്ളിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി കേട്ടോ. അതിന് ശേഷം നമ്മൾ വിളക്കൊക്കെ ഒന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ തീപ്പെട്ടി കഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. തീപ്പെട്ടി കഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ ഞാൻ ലൈറ്ററും കൊണ്ടാണ് കേട്ടോ കത്തിച്ചത്. ലൈറ്ററും കൊണ്ടൊന്നും വിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് എനിക്കറിയാം. തീപ്പെട്ടി കൊണ്ട് തന്നെ ശരിക്കും കത്തിക്കാൻ എനിക്ക് അറിയുകയൊക്കെ ചെയ്യാം. പക്ഷേ വേറെ മാർഗ്ഗമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. ഇപ്പം കടയിലേക്കൊന്നും പോകാനുള്ളൊരു അവസ്ഥയിലല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇരുട്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതിനാരും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കല്ലേ കേട്ടോ. ലൈറ്ററും കൊണ്ട് കത്തിക്കാൻ പാടില്ല അങ്ങനൊന്നും പറയല്ലേ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി കാര്യം പറഞ്ഞത്. അങ്ങനെ വിളക്കൊളുത്തി കാണിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ഏട്ടനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു കുട്ടികളൊക്കെ കുളിപ്പിച്ച് കയറ്റി അവർക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് കിച്ചുവിന് എഴുതാണ്ട് കുറച്ച്. അപ്പോൾ ഹോംവർക്കൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ അവനെ ഉമ്മർത്ത് കട്ടിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടി അവൻ്റെ കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് കമ്മിയായിരുന്നു. അപ്പോൾ ഇനി വന്നിട്ട് എന്തായാലും ചോറ് വയ്ക്കാൻ എനിക്ക് മടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വരുമ്പോൾ കടയിൽ നിന്ന് മാവൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ചോറെങ്ങാനും വൈകുന്നേരത്ത് കമ്മിയായി കഴിഞ്ഞ് പിന്നെ എനിക്ക് വെക്കാൻ നല്ല മടി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈകുന്നേരത്ത് ചോറെങ്ങാനും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും. അങ്ങനെയാണ് ഞങ്ങൾ വൈകുന്നേരത്ത് പലഹാരം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ പലഹാരമൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല. പിന്നെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ആ വിശപ്പങ്ങൾ മാറി കിട്ടും. പക്ഷെ ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ വിശന്നിട്ട് കുടല് കത്തുണ്ടാവും കേട്ടോ. എന്നാലും കിടന്നുറങ്ങും, അങ്ങനെ കിടന്നുറങ്ങും. പിന്നെ അങ്ങനെയൊക്കെയാണ്. ദോശ കഴിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ദോശയിൽ എന്ന് പറഞ്ഞു മാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്. ചമ്മന്തി പറയുമ്പോൾ മറ്റേ ചട്നി ഉണ്ടല്ലോ, തക്കാളി ചട്നി തന്നെ തോന്നുന്നു അതിന് പറയുക കേട്ടോ. എനിക്കറിയില്ല. നമ്മുടെ ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന ആ സംഭവമില്ലേ, ചമ്മന്തി പോലത്തെ സംഭവമില്ല, ദോശേൻ്റെ ഒക്കെ ഒപ്പം കിട്ടണം, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ. വെറും എന്ത് റെസിപ്പിയില്ലേ, സവാളയും തക്കാളിയും മാത്രം ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ അരച്ചിട്ട് ഉണ്ടാക്കണ ആ സംഭവം, ആ ചട്നി, ആ സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുൻകൂട്ടിയിട്ട് ചട്നി ഈ സംഭവം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടല്ല അവസാനമല്ലല്ലോ കഴിക്കാറുള്ളത്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചും തുമ്പിയും അവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഉച്ചയ്ക്കൊന്നും ഉറങ്ങാത്ത കാരണം കൊണ്ട് തന്നെ ഉറക്കം തൂങ്ങിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഉറക്കം വന്നിട്ടുള്ള ഒരു ക്ഷീണവും പിന്നെ വാശി പിടിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടിയൊന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് വേഗം കിടത്തി ഉറക്കണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ചമ്മന്തി വേഗം തന്നെ അരയ്ക്കുന്നത് കേട്ടോ. ഒരു സ്വല്പം മുളക് പൊടി തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ അരഞ്ഞു പോയിക്കോളും. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ പാക്കറ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ. കാരണം നമുക്ക് തലയിൽ തേക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കറി വയ്ക്കുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിക്കട്ടോ വെളിച്ചെണ്ണയുടെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ തന്നെ യൂസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ കറി വെക്കാനൊന്നും അങ്ങനെ സ്ഥിരം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഓയിൽ അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. അതിന് ശേഷം അരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. ഒക്കെ തീർന്നിട്ടിരിക്കുകയായിരുന്നു. അരി അടക്കം തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു.
അതൊക്കെ ഇങ്ങനെ എന്താ ബക്കറ്റിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇനി വേണം ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ചമ്മന്തിയാണ്, ഞാൻ ചമ്മന്തി എന്നാട്ടോ പറയുന്നത്, ചട്നി എന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ ബജി ചട്നി തോന്നുന്നു കേട്ടോ, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തീയാണെന്നുണ്ടെങ്കിൽ നല്ല അലാക്കിൻ്റെ കത്തിൽ കത്തുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് തീ കത്തില്ല, ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ തീൻ്റെ കുഴപ്പം. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കത്തിപ്പിടിക്കണുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നല്ല ഓവറാണ് കേട്ടോ കത്തൽ. അപ്പോൾ അങ്ങനെ ഞാൻ തീയൊക്കെ ഒന്ന് ഇടയ്ക്ക് നീക്കി കൊടുക്കണുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ, ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ ഒരു മണത്തിന്. നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് ഈ സംഭവം ഉണ്ടല്ലേ, അരച്ച സംഭവം അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക, വേണമെങ്കിൽ ഒരു ലേശം വെള്ളം കലക്കി ഒഴിക്കുക, അത്ര തന്നെ വേണ്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇറക്കി വയ്ക്കുക, ദോശയുടെ ഒപ്പം കഴിക്കുക, അത്ര തന്നെ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ല, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, ഏട്ടന് കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം മസ്റ്റായിട്ട് ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ പിന്നെ ചട്നീനോടൊന്നും വലിയ താല്പര്യമില്ല, ദോശയുടെ ഒപ്പം ഉണ്ടാക്കായിക്കൊന്നുമില്ല കേട്ടോ, ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ദോശേൻ്റെ ചട്നീനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മറ്റേ ഇഡലിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും കേട്ടോ, അതിൽ നമുക്ക് ചമ്മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ചാറൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അങ്ങനെ ഞാനിത് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ രണ്ടാൾക്കും ദോശ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ ഏട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല കേട്ടോ, ഏട്ടനാണെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിക്കാണ്. ഇന്ന് ഞങ്ങൾക്കൊരു കുറിയുടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഏട്ടനുള്ളത് ഇവിടെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ, കാരണം എനിക്ക് വയ്യ കേട്ടോ, കാല് കടഞ്ഞ് ഊപ്പാട് ഇറങ്ങിയിട്ട് ഞാൻ നിൽക്കണം കേട്ടോ. കളിച്ച് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ആവുക കാരണം നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് നടന്ന് പോക്കും പിന്നെ അവിടെ പോയിട്ടുള്ള കളിയും ഈ എന്താ പറയുക, കാലിനൊന്നും ഒരു റെസ്റ്റില്ല, കാലിന് മാത്രമല്ല മൊത്തത്തിൽ ശരീരത്തിനേ ഒരു റെസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീരെ വയ്യ. ഡാൻസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ, ഒരു വയ്യായിക പോലെ ഉണ്ടാവുക. അങ്ങനെ വേഗം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോയി കിടക്കാലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഏട്ടൻ അതിന് കുറച്ച് വൈകും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനുള്ള ദോശ ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനും കഴിച്ചിട്ട് കുട്ടികളുടെ കൂടെ ഞാനിരുന്ന് കഴിച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിലോ ഞാൻ കിടന്നല്ലാതെ അവൾ കിടന്നുറങ്ങുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ പോയി കിടക്കുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങും കിടന്നിട്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ടെൻഷൻ ഇല്ലല്ലോ, അയ്യോ കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ട് കിടന്നുറങ്ങാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. തുമ്പിയാണെന്നുണ്ടെങ്കിൽ നടന്നിട്ടൊക്കെ കഴിക്കണം, ഇരുന്ന് കഴിക്കുന്നില്ല കേട്ടോ. ഒരു ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ അവൾക്ക് നടത്തായിരിക്കും കേട്ടോ ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് അവളുടെ ഫുഡ് കഴിക്കില്ല. അത് ചോറ് കഴിക്കുകയാണെങ്കിലും അതെ, ഒന്ന് അധികം എന്തെങ്കിലും നടന്നിട്ട് വരും കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് എനിക്കിഷ്ടമില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ നിന്നിട്ട് കഴിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഒപ്പം നോക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് പുറ്റാവും. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഒപ്പം അവിടെ നിന്നിട്ട് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് തന്നെ കഴിക്കാറ്. ചോറൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ടൊക്കെ തന്നെ കഴിക്കുള്ളൂ, നടന്നിട്ടൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഞാനും ദോശയൊക്കെ കഴിക്കുന്നുണ്ട്, അവരിരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തായാലും അവർ വയറ് നിറച്ച് ദോശയൊക്കെ കഴിച്ച് ചമ്മന്തി കൂട്ടിയിട്ട് ചമ്മന്തി തായോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു സംഭവമാണ് അവർക്ക് വേണ്ടുള്ളൂ. ദോശേനേക്കാൾ ഇഷ്ടം ആ സാധനമാണ് കേട്ടോ. പിന്നെ എരിവൊന്നും ഇല്ലല്ലോ അത്ര കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർ. അപ്പോൾ അവർക്ക് രണ്ട് ദോശ വെച്ചിട്ട് ഞാൻ കൊടുത്തു. അതുകൊണ്ട് അവർ വയറ് നിറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഇനി വേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടോ. ഞാനപ്പോൾ 2-3 ദോശയൊക്കെ ഞാനൊരു ഇന്ന് കഴിച്ചു. 2-3 ഒന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ വയറ് നിറഞ്ഞ വരെ ഞാൻ ഇന്ന് കഴിച്ചു കേട്ടോ. ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ട് വെച്ചു, ഏട്ടനുള്ളത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഏട്ടൻ പോയത്. മീനെ ഇത് അനിയൻ വാങ്ങിച്ചിട്ട് വന്ന മീനാണ് കേട്ടോ. ഏട്ടൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വായോട്ടോ ഒന്ന്. അപ്പോൾ അവൻ വാങ്ങിച്ചിട്ട് വന്ന് മത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മത്തി നേരാക്കാനാണ് കേട്ടോ പണി. എനിക്കാണെങ്കിൽ വയ്യ നേരാക്കാൻ, എനിക്ക് ദേഷ്യം വരുള്ളൂ കേട്ടോ മത്തിയൊക്കെ നേരാക്കാൻ. അപ്പോൾ അതുകൊണ്ട് മത്തിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് സാധനങ്ങൾ എന്താ പറയുക ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് നേരാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെട്ടുമീനാണ് സാധാരണ കിട്ടാറുള്ളത് കേട്ടോ. ഇപ്പോൾ വെട്ടുമീനൊന്നും ഇല്ലയെന്ന് തോന്നുന്നത്, ഫുള്ള് മത്തി അയില അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. മത്തിയാണെങ്കിൽ കഴിച്ച് മടുത്തു കേട്ടോ. പിന്നെ കറി വെക്കാനൊക്കെ രാവിലേക്ക് എന്തായാലും ഏട്ടൻ നാളെ ഫുഡൊക്കെ കൊണ്ടുപോവാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഏട്ടന് കറിയും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ രാത്രി മീൻ മേടിക്കുന്നത്. എന്നാൽ രാവിലേക്കും കറി ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ മീൻ നേരാക്കലൊക്കെ കഴിഞ്ഞു. ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടൻ എനിക്ക് നേരാക്കി തരും കേട്ടോ.
ഇത് എന്താ ഏട്ടനിന്ന് പോകേണ്ട ആവശ്യമുള്ള കാരണം ഏട്ടൻ പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഏട്ടനാണ് എനിക്ക് മീനൊക്കെ നേരാക്കി തരിക. മത്തിയൊക്കെ രാത്രി പോകുന്നത് ഞാൻ നേരാക്കി ഇരിക്കുകയില്ല കേട്ടോ. എനിക്ക് നല്ല മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നേരാക്കി കഴിയുമ്പോഴത്തേന് ഊപ്പട ഇറങ്ങിയിട്ടുണ്ടാവും. അതാണ് കേട്ടോ എനിക്ക് ഏറെ മടി. പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളെല്ലാ ജോലിയും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കഴിഞ്ഞു കൂട്ടോ. രാത്രി നമ്മൾ കുളിച്ച് വൃത്തിയായിട്ടിരിക്കുമ്പോൾ വീണ്ടും മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് വരുള്ളൂ കേട്ടോ. കഴിക്കാനൊന്നും ഒരു കുഴപ്പമില്ല, നേരൊക്കെ മാത്രമേ കുറച്ച് കുഴപ്പമുള്ളൂ കേട്ടോ. അങ്ങനെ അതാണ് വൈകുന്നേരത്ത് മീൻ കൊണ്ടുവന്നതിനുള്ളൊരു പ്രശ്നം. പക്ഷെ എന്നാൽ നല്ലതുമാണ്. കാരണം രാത്രി കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഒരു പണി ഉണ്ടാവില്ല, കറി വെക്കേണ്ട കാര്യത്തിന് ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലായിടത്തും ചിലപ്പം മിക്കവാറും എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ രാത്രിയൊക്കെ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ എന്താ ഞാൻ കുറച്ച് കറി വെക്കാനും അതുപോലെ തന്നെ കുറച്ച് കറി വെക്കണുള്ളൂ, കുറച്ച് മീനെടുത്ത് കറി വെക്കണുള്ളൂ. ബാക്കി എല്ലാ മീനും എടുത്ത് വറുക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ കറി വെച്ച മീനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു മണം വേണം, മീൻ കറിയാണ് എന്ന് തോന്നിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. കറിയിൽ വെച്ച മീനൊന്നും അങ്ങനെ അങ്ങോട്ട് കഴിക്കില്ല. ഞാനാണ് പിന്നെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഈ തലഭാഗമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് മീൻ കറി വെച്ചത്, കറിയിലത്തെ മീൻ കേട്ടോ. അപ്പോൾ ഏട്ടന് കഴിക്കായികയൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ അങ്ങനെ കറിയിൽ മീൻ ഇടാറില്ല, കുറച്ച് മീൻ ഇടാറുള്ളൂ കേട്ടോ. ഒരു പേരിന് മീൻ കറിയാണല്ലോ ഒന്നുള്ളൊരു പേരിന് കേട്ടോ. ബാക്കിയുള്ളൊക്കെ വറക്കും. കാരണം വറുത്ത മീനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടം. കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒക്കെ വറുത്ത മീനോടാണ് കേട്ടോ ഇൻട്രസ്റ്റ് കൂടുതൽ. ഏത് കറി വെച്ചാലും വറുത്ത മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ വേറെ വല്ല സാമ്പാർ വയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മുളക് വറുത്തപ്പുളി വയ്ക്കുകയാണെങ്കിലൊക്കെ വറുത്ത മീനുണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം മുളകൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ലാത്ത കത്തലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ആവും. പക്ഷേ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. മാറിക്കഴിഞ്ഞ് ചിലപ്പോൾ കരിഞ്ഞ് ആകെ ഇതിൻ്റെ കോലം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. കാരണം തീ ഇങ്ങനെ ആളി കത്തുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് പട്ടയും പിന്നെ ഒരു ചിരട്ടൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അത് കാരണമാണ് ഈ ആളി കത്തിൽ കേട്ടോ. എന്തൊരു ഭൂകമ്പം നടക്കണ പോലെ കേട്ടോ. അടുപ്പിൻ്റെ ഉള്ളിലൊരു ഭൂകമ്പമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ചിരട്ടയുടെ കത്തലിൻ്റെ ഒരു സ്ട്രോങ് ആണ് കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ മെല്ലെ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻ വറക്കാനുള്ളതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.